ഇജ്ജെന്താണ് പറഞ്ഞാണ്ട് കുത്തിരുന്നോ? ഓവണും ബീറ്ററൊന്നും ഇല്ലാച്ചിട്ട് ആൾക്കാർക്ക് കേൾക്കുന്നുണ്ട്. നിങ്ങളോടല്ല ട്ടാ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ നിങ്ങള് മിക്സിങ് കുക്കർ ഉണ്ട് നിങ്ങളെ പെരേല്. ഇന്ന് എങ്ങനെ നല്ലൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കാന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. അപ്പൊ വീഡിയോ ഫുള്ളായി കണ്ടോളി, എന്റെ കൂടെ പോയി. അപ്പൊ നമ്മളെ കേക്ക് ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നിങ്ങൾ ഇതുപോലെ ഒരു കുക്കർ ഉണ്ട്. അപ്പൊ നമ്മളിന്ന് കുക്കറിലായിട്ട് കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഓവണും ബീറ്ററൊന്നും ഇല്ലാച്ചിട്ട് നമുക്ക് കേക്ക് ഒന്നും അതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു കുക്കർ എടുക്കുക. കുക്കറിൻ്റെ അടിയിൽ ഇതാ കുറച്ച് ഓയിൽ ഇട്ടിച്ച് കൊടുക്കട്ടെ. ഇനി ഓയിൽ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക, കുക്കറിൻ്റെ അടിയിലും സൈഡിലൊക്കെ. അതായത് നമ്മൾ കേക്ക് ഒട്ടി പിടിക്കാതിരിക്കാൻ കേട്ടോ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അടുത്ത നമുക്ക് വേണ്ടത് നമ്മുടെ മിക്സിൻ്റെ രണ്ടാമത്തെ ജാറിനെടുക്കുക. ആ ജാറിനെടുത്തിട്ട് അതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ 3 കോഴിമുട്ടയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതൊന്നുകൊണ്ട് കറക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 1-2 മിനിറ്റ് ഉണ്ട് കറക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ട് പതഞ്ഞ് വരും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മധുരമാണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ടെടുത്തിരിക്കണത്. അതായത് വലിയ ഗ്ലാസ് ഒന്നുമല്ല, ഒരു മീഡിയം ഗ്ലാസ്, ഒരു ഗ്ലാസ് പഞ്ചസാരയാണ്. മധുരങ്ങൾ ഇഷ്ടത്തിന് കൂട്ടും കുറക്കൊക്കെ ചെയ്യുക. ഇത് കുറച്ച് ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കട്ടെ. ഫുള്ള് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. പഞ്ചസാരൊക്കെ നല്ല അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമാണിത് ഒരു 3/4 കപ്പ് ഓയിലാട്ടാം. അതായത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ ഒരു കാരണ വെച്ചാൽ എടുക്കുന്നത് ഓയിൽ ചെയ്ത് കൊടുക്കട്ടെ. ഈ ഓയിലും മുട്ടയും പഞ്ചസാരയും കൂടി ഒന്നുകൂടി അടിച്ചെടുക്കുക. നമ്മൾ ഓയിലെടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസ് പാലിട്ടുക. ഇതെല്ലാം കൂടി നല്ലോണം കറക്കിയെടുക്കട്ടെ. നമ്മളിതാ ഓയിലൊക്കെ എടുത്ത ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മളിതാ ഒരു 1-1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ അരിച്ചിട്ടുണ്ട് എടുക്കണം കേട്ടോ. അതിലേക്ക് ഇതാ ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇടണം. ഈ സാധനം മസ്റ്റായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ 1/4 സ്പൂൺ ഇതാ നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടോ. അപ്പോൾ ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ഇടണം. നമ്മൾ അടിച്ച് വെച്ച ആ കോഴിമുട്ടയും പഞ്ചസാര ഇതെല്ലാം കൂടി ഇല്ലേ, ഇതിലേക്ക് ഒരു പാത്രത്തേക്ക് മാറ്റുക. അതിലേക്ക് നമ്മൾ മൈദ, അതുപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിലേക്ക് ഇങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ. ഫുള്ള് ചേർക്കരുത്, കുറേശ്ശെ ഇങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കട്ടോ. ഇത് ഒരു സൈഡിലേക്ക് മാത്രം കറക്കാൻ പാടില്ല. ബാക്കിയുള്ള മൈദയും കൂടി ഇതേപോലെ ഇട്ട് ചേർക്കണം. ഈ ടൈമിൽ നിങ്ങൾക്ക് വാനിലിൻ്റെ എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ഒരു ഏലക്ക പൊടിച്ചത് അങ്ങനത്തെ ഒക്കെ ചേർക്കട്ടോ. അപ്പോൾ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. കട്ടൊന്നും പാടില്ല, നല്ല ഇളക്കി ചേർക്കണം കേട്ടോ. കുറേശ്ശെ എടുത്ത് ചേർത്താൽ മതി. അപ്പോഴാണ് കട്ടില്ലാതെ നമുക്ക് എടുത്തത് റെഡി ആയി കിട്ടുക. നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നറിയോ? പറയുമ്പോൾ ചിലപ്പം വെള്ളം കൂടും മാവിൽ, അതുകൊണ്ട് ഞാനത് പറയണില്ല. ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഇതാ നമ്മളിങ്ങനെ പൊക്കി വയ്ക്കുമ്പോൾ ഇങ്ങനെ സ്ലോവിൽ ഇങ്ങനെ പോരണട്ടാ. അപ്പോൾ എത്ര ആയ സ്ഥിതിക്ക് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചത് എന്തെങ്കിലും ഒരു വെറൈറ്റി കേക്ക് ആക്കിയാൽ. അപ്പോൾ നമ്മൾ മാർബിൾ കേക്ക് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു വെറൈറ്റി കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ മാർബിൾ കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിനെല്ലാവരും ചിലപ്പോൾ കൊക്കോ പൗഡറൊക്കെയാണ് ചില ആൾക്കാർ ചേർക്കുക. അപ്പോൾ കൊക്കോ പൗഡർ ഇപ്പോൾ നമ്മളൊക്കെ സ്റ്റോക്കില്ല. അപ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ്, നമ്മളെ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ 10 രൂപയുടെ, അത് പൊടിച്ച് ചേർക്കട്ടെ. അതിൻ്റെ ക്രീമൊക്കെ ഉണ്ട് ഒഴിവാക്കിയിട്ട് ഇതാ നമ്മൾ നേരത്തെ പകുതിയാക്കി വെച്ചില്ലേ, അതിലേക്ക് അതാണ്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തോളി. ഏകദേശം ലൂസ് വരെ ചേർക്കുന്ന വേണം കേട്ടോ. ഇതിൽ വെള്ളം ഇതിൽ കുറച്ച് ടൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 സ്പൂണ് നമ്മളെ പാലിറ്റിച്ച് കൊടുത്തതിലേക്ക് ഒന്ന് മിക്സ് ചെയ്താൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കർക്ക് ആദ്യം നമ്മൾ സാധാ മാവെന്നുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ സെൻട്രലായിട്ട് ഇതാ നമ്മൾ അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കുക. വേണ്ടതാ നമ്മളെ കൊക്കപ്പറ്റ ചോക്ലേറ്റ് മാവല്ലാത്തത് ഒഴിച്ചു കൊടുക്കട്ടോ. വീണ്ടും അതിൻ്റെ സെൻറ്ററൊക്കെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെതാ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഏകദേശം വരിക. അതിലേക്ക് കുറച്ച് നമ്മൾ ഡ്യൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ കുറച്ച് ബദാം പൊടിച്ചൊക്കെയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് നിങ്ങളെയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അത് നിർബന്ധമില്ല. അതിനുശേഷം ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് വല്ല ഡിസൈനോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഒന്നങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒക്കെ റെഡിയായി. കുക്കറിൻ്റെ വിസിലൊക്കെ ഊരി വെക്കണ്ട, വിസിൽ ഊരാൻ മറക്കരുത്. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 35-40 മിനിറ്റ് ഇട്ടാ
ചെറുതായി കൊടുക്കുക. അപ്പോൾ നമ്മൾ കത്തിക്കുകയാണ്. ഒരു 35-40 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡി ആയിക്കണം നിങ്ങൾക്ക് ഒരു ഇതാ അപ്പോൾ ഇതങ്ങനെ റെഡി ആയിക്കണം നോക്കാം. അപ്പോൾ അതൊരു സ്റ്റിക്ക് എടുത്തിട്ട് നേരെ ഇറക്കി നോക്കട്ടോ. ഇതിന്മേൽ പറ്റി പൊടിക്കണില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ പറ്റി പൊടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫാക്കാം. ഒരു 35-40 മിനിറ്റ് അത്ര കണക്ക്. അപ്പോൾ ഏകദേശം ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു കത്തി ഉപയോഗിച്ചിട്ട് അത് സൈഡിൽ കൂടി ഒന്ന് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്നിൻ്റെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ വിട്ട് വരും കേട്ടോ കേക്കൊക്കെ. അപ്പോൾ നമുക്ക് ഇത് ഇളകിയിട്ട് നമുക്ക് നോക്കാം. മോനെ ഉണ്ടോ അത് നോക്കാണേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ ഉണ്ടോ എൻ്റെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ സൈഡൊക്കെ അടിയൊന്നും കരിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്താ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ടോ ഉണ്ടോ അപ്പോൾ അത് കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ 2 കളറൊക്കെ വന്നിരിക്കണേ. അപ്പോൾ ഇത് നമ്മൾ കൊക്കോ പൗഡർ ആണെങ്കിൽ ഒന്നുകൂടി കളറ് കൂടും കേട്ടോ. ഒന്നുകൂടി ബ്ലാക്ക് കളറാണ് വരിക. അപ്പോൾ നമ്മളിത് ബിസ്ക്കറ്റ് ആയതുകൊണ്ട് ചെറിയ കളർ കുറവുണ്ട്. അപ്പോൾ 10 മണിയോടെ കണ്ടില്ലേ നമ്മൾ ആ ഒരു സോഫ്റ്റ് ഒക്കെയാണ് ഇതിൻ്റെ. അതുപോലെ തന്നെ നമ്മൾ ഇട്ട ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ട് ആ സൈഡൊക്കെ നമ്മൾ ആ കളർ ചേർത്തുകൊണ്ട് അപ്പോൾ ഒരു കൊക്കോ പൗഡർ ആണെങ്കിൽ ഒന്നുകൂടി കളർ വരും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എടുക്കാൻ നോക്കാം കേട്ടോ കൊക്കോ പൗഡർ. അപ്പോൾ നമുക്ക് ചെറിയ പീസ് ഒന്ന് കഴിച്ചു നോക്കാം. പൊളിക്കൂട്ടാ ഒരു രക്ഷയില്ല അമ്മാതിരി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ഓക്കെ.